നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചപ്പോൾ ഒരുപാട് ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ഗെയിമിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ ഇത് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ബുദ്ധിയും ഒക്കെ ഉപയോഗിക്കേണ്ട ഒരു ഗെയിമാണ്. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആവും, കാരണം ശബ്ദങ്ങൾ കൊണ്ടുള്ള ഒരു ഗെയിമാണ്. അതായത് നമ്മളുടെ ഇവിടുന്ന് കുറച്ച് സൗണ്ട്സ് അവരിങ്ങനെ പ്ലേ ചെയ്യും. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ആരാണ്, അല്ലെങ്കിൽ ആരാണെന്ന് മാത്രമല്ല, ചിലപ്പോൾ മൃഗത്തിന്റെ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സിന്റെ ആയിരിക്കും, ചിലപ്പോൾ നേച്ചറിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടുപേരിൽ ആദ്യം ഒരാൾക്ക് മനസ്സിലായി, അരുൺ ചേട്ടൻ മനസ്സിലായി, വേഗം നമ്മൾ കുറച്ച് ബലൂൺസ് ഇട്ടിട്ടുണ്ടാവും, ആ ബലൂൺസ് ചവിട്ടി പൊട്ടിച്ചിട്ട് ആൻസർ പറയണം. ഉത്തരം ഇപ്പൊ ചേട്ടൻ ബലൂൺ പൊട്ടിച്ചു, ഉത്തരം പറഞ്ഞു, ശരി ഉത്തരമാണെങ്കിൽ പോയിന്റ്, തെറ്റുത്തരമാണെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. എനിക്ക് പറഞ്ഞില്ലെങ്കിലും പണിഷ്മെന്റ് ഉണ്ട്. അതായത് ഒരു ടാസ്ക്, ഒരു പണി, ഞാൻ ഇങ്ങനെ ഒരു പണിപ്പെട്ടി, അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക, പേപ്പർ തുറക്കുക, വായിക്കുക, അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. ഓക്കെ, അപ്പൊ ഗെയിം കളിക്കാനായിട്ട് നമ്മുടെ സുന്ദരനും സുന്ദരിയും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവർക്കുള്ള പണികളുമായിട്ട് ഞാൻ എന്റെ പണിപ്പെട്ടി ഇവിടെ റെഡി അതിന്റെ ടോൺ അങ്ങനെ ഞാൻ കളിയാക്കുന്നതല്ല, നല്ല ഐശ്വര്യമുള്ള മുഖവും ഈ വേഷമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരി, അപ്പൊ ഞാൻ പറഞ്ഞ നിയമങ്ങളൊക്കെ നിയമങ്ങളാണ്, അത് അങ്ങനെ തന്നെ പാലിക്കണം, മനസ്സിലായോ? അപ്പോ സൗണ്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോകണം, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യം തന്നെ ആൻസർ കിട്ടുകയാണെങ്കിൽ ബലൂൺ ചവിട്ടി പൊട്ടിച്ചിട്ട് ആൻസർ പറയാം. മാത്രം എടുത്താൽ മതി. തെറ്റാണെങ്കിൽ എടുക്കണം. സോ റെഡി, 1 2 3 മ്യൂസിക്. സിമ്പിൾ. സിംഹം. ചവിട്ടി പൊട്ടിക്ക്, ആരാന്ന് ചവിട്ടി പൊട്ടിച്ചിട്ട് പറ. സിംഹം. സിംഹം അല്ലേ? സിംഹം. സിംഹം നോക്കൂ. ആണോ? ആണ്. ആണോ? അല്ല, ഉത്തരം പൊട്ടത്തെറ്റാണ്. അതായിരിക്കണമല്ലോ ലക്ഷ്യം. എനിക്കറിയാം, ഈ പുലിയുടെ കൂടെ ഞാൻ അലറിയത്. പുലിന്ന് പറഞ്ഞാ മതിയായിരുന്നോ? പുലിന്ന് പറഞ്ഞാ. പുലിയുമല്ല, കുതിര ശ്വാസം വിടുമ്പോൾ സൗണ്ടാണ്. കുതിരയുടെ ശ്വാസം വിടുന്ന അളിയാ, വെറുതെ അല്ല ചങ്ങലക്കിട്ടേക്കണത്. ശ്വാസം വിടുമ്പോഴുള്ള ശബ്ദമൊക്കെ ഇത് വെറുതെ അല്ല, സത്യം. ഇത് ചങ്ങലായിരുന്നല്ലേ? ഇതല്ല ചങ്ങല, കഴുത്തി കിടക്കുന്നത് അതല്ല, ഇതാണ് ഉദ്ദേശിച്ചത്. നോക്ക്, ഓ ഈ ചങ്ങല. അതെ, ഞാൻ അവിടെ എവിടെ ഇരിക്കാം, നിങ്ങൾ തീരുമാനത്തിലായിട്ട്. എല്ലാവരുടെ ഭാഗത്തും ഓരോ തെറ്റുണ്ടായിരുന്നു, എന്നെ ചങ്ങലക്കിട്ടിരിക്കുന്നതല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് ഒരു വെറൈറ്റി സൗണ്ടും കൊണ്ട് വന്നതാണ്. ഇനി ഞങ്ങൾക്കുള്ള ടാസ്കിൽ ശ്വാസിക്കാൻ പറയണം, പറഞ്ഞു കൊടുക്കരുത്. അത് വേറെ സൗണ്ടാ, വേറൊരു ശബ്ദം. ഈ കുതിര ശ്വാസം വിടുന്ന പോലെ പൂച്ച മൂക്ക് ചീറ്റുന്ന ശബ്ദം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പറയിപ്പിക്കണേ. ഞാൻ ശ്രമിക്കാം. തൽക്കാലം ഇതിന് ടാസ്ക് നമുക്ക് കൊടുക്കാം. ഉത്തരം പറയാതിരുന്നാ തോക്കൂലല്ലോ. 10 ഏത്തം ഇടുക. വേഗം കിട്ടുള്ളൂ, പെട്ടെന്നിട്ടോ. ഓക്കെ, സിമ്പിൾ അല്ലേ? സൂപ്പർ, അടിപൊളി. ഇനി അടുത്ത സൗണ്ടിന് വേണ്ടി രണ്ടുപേരും ചെവി കൂർത്ത് പിടിപ്പിക്കുക. ഞാൻ കുറച്ച് പിടിക്കുക. ഞാനും. ആരാ? എന്റെ അനിയന്റെ കൊച്ച്. എന്റെ അനിയന്റെ കൊച്ച് രാത്രി കിടത്തി ഉറക്കാറില്ല, ഇത് തന്നെയല്ലേ കരയണത്. നിങ്ങൾക്കത് വേറെ ശബ്ദമായിരിക്കും, പക്ഷെ ഇത് എന്റെ അനിയന്റെ കൊച്ചാ. ഞാൻ പൊട്ടിക്കും, ഞാൻ പറയും കൊരങ്ങൻ. അനിയന്റെ വർഗസ്നേഹം. ആയിക്കോട്ടെ, അനിയന്റെ കുട്ടി ഇങ്ങനെ കരയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല, പക്ഷേ ചേട്ടന് മനസ്സിലത് ഇങ്ങനെ കിടക്കുന്നോണ്ടാണ് എന്നെ ഉറക്കണ്ടേ. ഉറക്കം പോയതിന്റെ ദീനരോധനം. പക്ഷെ നമ്മള് കുരങ്ങന്റെ സൗണ്ടാണ് കേൾപ്പിച്ചത്, അതുകൊണ്ട് അനിയന്റെ കുട്ടിയുടെ സൗണ്ടായിട്ട് പറഞ്ഞ ചേട്ടന് അനിയന്റെ കുഞ്ഞിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. ഞാനും കോഴിമുട്ട ഇടാൻ പോകുമ്പോ ഉള്ള ശബ്ദം അനുകരിക്കുക. അതറിയോ? കോഴിമുട്ട ഇടാൻ പോകുമ്പോ കാണിച്ചു തരുമോ? എനിക്കറിയില്ലോ, ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് അല്ലല്ലോ. പിന്നെ ഞാനിത് കാണിച്ചാൽ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? ഞങ്ങളത് തിരിച്ചറിഞ്ഞോളാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതാണ് ശബ്ദം, എങ്ങനെ തിരിച്ചറിയും? അതായത് ഞങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും, ഞങ്ങൾക്ക് ചെയ്യാനാണ് അറിയാത്തത്. ഓഹോ, പണ്ട് അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോലെ. അതെ, പറഞ്ഞോ. ഇങ്ങനെ കോഴി പമ്മി പമ്മി പോയിട്ട് മുട്ട. അല്ല, ശബ്ദം അനുകരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, പോവാൻ പറഞ്ഞിട്ടില്ല. ശരി, ശബ്ദം അനുകരിച്ചു മതി.
പഴയ കലാഭവൻ കാശ് കൊടുത്ത് മിമിക്രി മിമിക്രി പഠിച്ചതിന്റെ ഗുണം കിട്ടി. ഇനി അങ്ങനെ 2 ടാസ്ക് എടുത്തിരിക്കുകയാണ്. എന്റെ ജീവിതം ധന്യമായിരിക്കുകയാണ്. ഇനി അടുത്ത സൗണ്ട് റെഡി. കിട്ടിയാ അന്ന് പൊട്ടിച്ചോ? വേണ്ട, എനിക്ക് പൊട്ടിക്കണം. വേണ്ട, പൊട്ടിക്കണം. കിട്ടിയപ്പോ തന്നെ പൊട്ടിക്കണം. അങ്ങനല്ല. പൊട്ടി അല്ലെങ്കിൽ അതിന് പണിഷ്മെന്റ് ഉണ്ട്. പൊട്ടിക്ക്. പറഞ്ഞു. കരടി കരടി കൂർക്കം വലിക്കുന്നു. ക്രിക്കറ്റ് കളിക്കുമ്പോഴേ നേരത്തെ സിംഹം തോന്നി, ഇപ്പൊ കേട്ടപ്പോഴേ ഏതാണ്ട് അതേപോലത്തെ എന്തോ തോന്നി. ശരി. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അത് പറഞ്ഞാൽ അല്ല, പന്നിയായിരുന്നു. പന്നി. ഞാൻ വെജിറ്റേറിയൻ. പന്നി കൂർക്കം പന്നി കൂർക്കം വലിച്ചല്ലേ? ഈ കൂർക്കം വലിക്കുന്ന ഈ രാത്രി മാത്രമേ ഇവര് പോയി എടുക്കത്തുള്ളൂ. ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം പോയിട്ട് ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ. എന്നാ ഇതിന് മഞ്ഞ മുമ്പ് പറയണം, രാത്രി നിങ്ങളൊന്ന് ഇറങ്ങി നടന്നിട്ട് വരണം. ഈശ്വരാ, എന്താ എന്റെ ഇംഗ്ലീഷ് ടീച്ചർ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് എന്റെ ഇംഗ്ലീഷ് ടീച്ചർ ഇത് കാണുന്നുണ്ടെങ്കിൽ. എന്തുവരെ പഠിച്ചു? ഞാൻ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, വീഡിയോ പ്രൊഡക്റ്റ് മര്യാദയ്ക്ക് പറ. അതെ, സൂപ്രണ്ടന്റ് ആണോ സൂപ്രണ്ട് ആണോ? സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻഡ് ആണ് ഡൗട്ട്. എന്നാ സൂപ്രണ്ട് പറഞ്ഞോ. SU സപ്പോർട്ട് എനിക്കറിയാൻ പാടില്ല. SU PR റിൻഡൻഡന്റ് തെറ്റി. ഇപ്പഴേ തെറ്റി. SU സൂപ്രണ്ട് സൂപ്രണ്ട് വായിക്കുക. എന്നല്ലേ SUPRANT RA ആണോ? RA ആണോ? സൂപ്രണ്ട് ആണോ? അല്ല, സൂപ്രണ്ട്. എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ. SUPRANT സൂപ്രണ്ട്. സൂപ്പറാണ്. സൂപ്പറാണ്. ഞങ്ങളുടെ സൂപ്രണ്ട് അങ്ങനെയാ. ആ വിഷമാണ് എന്നെ തെറ്റിക്കാൻ നോക്കിയാണോ? ഈ ആണോ? ഈ ആണോ? അതെ, ഇത് എഴുതിയവനൊന്നും സ്പെല്ലിംഗ് പറയണേ. കറക്റ്റാണ്. ഞാൻ പറയാം, ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് കേട്ടോ. ഞാനും പറയാം. ഞാൻ പറയാം. ഓഡിയോ ക്ലിയർ അല്ലാത്ത ശബ്ദം എനിക്ക് ക്ലിയർ ആയില്ല. അപ്പൊ പിന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. വെയിലിന്റെ സൗണ്ട് ആണോ? വെയിലോ? ബ്ലൂ വെയിലിന്റെ സൗണ്ട്. നമ്മൾ ഇന്നലെ സ്കൂബ ചെയ്യാൻ പോയപ്പോ സൈഡിൽ കൂടി പോയല്ലോ. അവിടെ വരെ ചിന്തിച്ചു. അല്ലെങ്കിൽ ഡിനോസർ, ഇതിലേതെങ്കിലും. ഇല്ല, ഒരു ഇത്തിരി പോന്നൊരു ജീവിയുടെ സൗണ്ടാണിത്. അത് ഇതിലൂടെ കേട്ടപ്പോ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുകയാണ്. ഇച്ചിരി അപ്പൊ ഒരു സെക്കൻഡ് കുറച്ചൊന്ന് ആലോചിച്ചോട്ടെ. ഇത്തിരി ഉള്ളൂ. ഇത്തിരി പോന്ന എന്ത് ജീവിക്ക് ഇത്ര സൗണ്ട്? ഒരിക്കലും കൂടെ ഒന്ന് കേട്ടോളൂ, എന്നിട്ട് മനസ്സിലാവും. എനിക്കറിയാം. കൊതുക്. അത് ബാസായിട്ട് തോന്നുന്ന ആന്ന്. കാതില് മൂളുമ്പോ ബാസ്. കാതില് മൂളുമ്പോ കൊതുകിന് ഈ ബാസ്. അപ്പൊ കൊതുക് അല്ലെങ്കിൽ ഈച്ച. കൊതുക് അല്ലെങ്കിൽ ഈച്ച. രണ്ട് ഏകദേശം ഒരേ കാറ്റഗറി. കൊതുകും ഈച്ചയാണ്. പക്ഷെ ഈച്ച എന്ന് പറഞ്ഞാൽ സാധാ ഈച്ചയല്ല ഇത്. തേനീച്ച. സൂപ്പർ. എന്നെക്കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സ്പോട്ട് അപ്പ് ചെയ്യുക. എന്തൊക്കെയുണ്ട് ചേച്ചി, സുഖമാണോ? ഈ പൊട്ടനെ എങ്ങനെ സഹിക്കുന്നു? ഇവനെ നമുക്ക് തോപ്പിക്കണം. അടുത്ത സൗണ്ട് റെഡി. ഊളൻ. 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 ഇയാളെ നോക്കി. കുറുക്കൻ. കുറുന്നേന് ഊളൻ എന്നാണ് പറയാ നിങ്ങളുടെ നാട്ടില്. ഊളുന്നോണ്ടാ ഊളൻ എന്ന് പറയും. ഓരി ഇടുന്നോണ്ട്. എനിക്ക് ഇമ്മാതിരി ജീവികളായിട്ടൊന്നും സഹവാസമില്ല. ഞാൻ തിരുവനന്തപുരത്ത് തന്നെ സിറ്റിയിലാണ്. മീൻ വിൽപ്പനക്കാരിയായി അഭിനയിക്കുക. മീൻ വിൽപ്പനക്കാരനായി അഭിനയിക്കുക. ഓക്കെ. മറ്റേ ഒരു കൂവലൊക്കെ കൂവിട്ട് ചാളം.
വേഗം വാ ചേച്ചി, വേഗം വാ, തീർന്നോ, അയല മാത്രമേ തീർന്നോ. ഉള്ളോ? അയല മാത്രമല്ലല്ലോ, വേറെ മീനില്ല. ആ, എന്താ? കടലില് മറ്റേ ഇതല്ലേ, ഏത്? ഞാനിത് വീട്ടിൽ വളച്ചോണ്ടിരുന്ന ചാളയാണ്. പടക്കണില്ലല്ലോ. അപ്പൊ ചാള അയലാന്നല്ലേ നിങ്ങൾ വിളിച്ചു പറഞ്ഞത്? ചാളയാണ് ചാള. സത്യമായിട്ട് നിങ്ങൾക്ക് മീൻ കണ്ടറിയാമോ? നോക്ക്. ആ, ഇത് ചാളയാ. ആണല്ലേ, അത് ബലൂണാണ്. വാ അടുത്തേലോട്ട് പോവാ. സൂപ്പർ. ഇനി നമുക്ക് സൗണ്ട് വേണോ? ഇതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. എന്നാലും ഒന്നുകൂടെ. ആണോ? സൗണ്ട് ഇല്ല, തീർന്നു. നോക്കാം ഈ പണിഷ്മെന്റ് എന്താണ്. അത് അരുൺ ചേട്ടൻ ചെയ്യും. മോനെ കഞ്ഞി താഴെ ഇടണം. കത്തി താഴെ ഇടറാന്നല്ലേ. കഞ്ഞി അല്ല കത്തി. ഇത് നമുക്ക് ആഘോഷമായിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കുന്ന പരിപാടിയാ. 3 പേർക്കും ഏറെക്കുറെ അലമ്പാൻ വന്നതാ. എന്തായാലും ഈ game ഇവർ അസലായിട്ട് കളിച്ചിരിക്കുകയാണ്. ഇതിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ ആരും ജയിച്ചില്ല. ആര് ജയിച്ചു? ഉറുക്കന്റെ ശബ്ദം കണ്ടുപിടിച്ച ദേവയാനി.